എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നുപോയി. അമ്മയെ വിളിച്ചാണ് ആ സങ്കടം പറഞ്ഞത്. ടീമിൽ ഉൾപ്പെടുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ആഘോഷത്തിനായി മധുര പലഹാരങ്ങൾ വരെ ഞങ്ങൾ വാങ്ങിവെച്ചിരുന്നു. T20 വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള റിങ്കു സിംഗിന്റെ അച്ഛൻ ഘൻചന്ദ്രയുടെ പ്രതികരണമാണിത്. ഇന്ത്യക്കായി ഇതുവരെ 11 ഇന്നിംഗ്സുകൾ കളിച്ച റിങ്കു 176.23 സ്ട്രൈക്ക് റേറ്റിലും 89 ശരാശരിയിലും 356 റൺസ് നേടി. 6 തവണ 5-ാം നമ്പറിലും 5 ഇന്നിംഗ്സുകളിൽ 6-ാം നമ്പറിലും ബാറ്റ് ചെയ്തിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണിൽ 8 തവണ ബാറ്റ് ചെയ്ത റിങ്കു 150 സ്ട്രൈക്ക് റേറ്റിലും 20.50 ശരാശരിയിലും 123 റൺസ് നേടിയിട്ടുണ്ട്. എന്നിട്ടും റിസർവിൽ ഇരിക്കാനായിരുന്നു റിങ്കുവിന്റെ വിധി. ക്രിക്കറ്റിലെ മികവിനേക്കാൾ കണക്കുകൾക്കാണ് സ്ഥാനം നൽകുന്നതെന്നാണ് റിങ്കു സിംഗിനെ ഒഴിവാക്കിയതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് അമ്പാട്ടി റായുഡുവിന്റെ വാക്കുകൾ. റിങ്കു കഴിഞ്ഞ 2 വർഷമായി അവസാന ഓവറുകളിൽ ക്രീസിലെത്തി മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ബാറ്ററാണ്. രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിൽ പോലും റിങ്കു ഇന്ത്യയെ ജയിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. റിങ്കുവില്ലാത്തത് ലോകകപ്പിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടമാണ്. അളവിനല്ല നിലവാരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് അമ്പാട്ടി റായുഡുവിന്റെ വാക്കുകൾ. റിങ്കുവിനെ ഉൾപ്പെടുത്താൻ ഇടമുണ്ടായിരുന്നുവെന്നാണ് ആരാധകരുടെ വാദം. 4 സ്പിന്നർമാരാണ് ടീമിൽ. ഇതിൽ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഓൾറൗണ്ടർമാർ. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി യുസ്വേന്ദ്ര ചാഹലും കുൽദീപ് യാദവും. അക്സറിനെയും ജഡേജയും ഒരുമിച്ച് ടീമിലെടുക്കണമെന്നായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അവരിൽ ഒരാൾക്ക് പകരം റിങ്കു ടീമിൽ വരണമെന്നായിരുന്നു വാദം. റിങ്കു സിംഗ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ 15-അംഗ ടീമിൽ സ്ഥാനം നഷ്ടമായത് അദ്ദേഹത്തിന്റെ തെറ്റല്ലെന്നും ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. ഒരുപക്ഷെ അത് ഏറ്റവും കഠിനമായ തീരുമാനമായിരുന്നു. മുംബൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഗാർക്കർ വിശദീകരിച്ചു. അദ്ദേഹത്തിന് നഷ്ടമായത് നിർഭാഗ്യകരമാണ്. അത് അയാളുടെ കുറ്റമല്ല. ഒരു അധിക ബൗളിംഗ് ഓപ്ഷനുമായി മുന്നോട്ടു പോകുന്നത് ഉപയോഗപ്രദമാകുമെന്ന് ഞങ്ങൾ കരുതി. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് 15 സ്ലോട്ടുകൾ മാത്രമേ പൂരിപ്പിക്കാൻ കഴിയൂ എന്നാണ് അഗാർക്കിന്റെ വാക്കുകൾ. എന്തായാലും റിങ്കുവിനെ റിസർവ് ബെഞ്ചിൽ ഇരുത്തിയത് ടീമിന് ദോഷമാണോ നല്ലതാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.